കഥ തുടങ്ങുന്നത് പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യലിലൂടെയാണ്. സൈബറിനെ പോലീസ് വളഞ്ഞിരിക്കുകയാണ്. അവന് ആ വാൾ എവിടെ നിന്ന് കിട്ടി എന്നറിയാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് ഒർലാൻഡോ എന്ന പോലീസ് ചീഫ് മറ്റൊരു മുറിയിലിരുന്ന് ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. സൈബർ ഒരു സാധാരണക്കാരനല്ലെന്നും അവന്റെ ഓർമ്മകൾ മാന്ത്രിക വിദ്യയാൽ മായ്ക്കപ്പെട്ടിട്ടുണ്ടെന്നും അവർ തിരിച്ചറിയുന്നു. എങ്കിലും അയാക്ക എന്ന പെൺകുട്ടിയെയും സൈബറിനെയും തടവിലാക്കാൻ തന്നെ അവർ തീരുമാനിക്കുന്നു. മറ്റൊരു വശത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തനായ സെർവന്റ് ഗിൽഗാമെഷ് തന്റെ മാസ്റ്ററായ ടീനയുമായി സംസാരിക്കുകയാണ്. വളരെ ഗൗരവമേറിയ ഒരു സംഭാഷണമാണത്. ഈ ലോകത്തിന്റെ കളിപ്പാവയാകണോ അതോ സ്വന്തം വഴി കണ്ടെത്തണോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. ഗിൽഗാമെഷ് ഈ യുദ്ധത്തെ ഒരു വിനോദമായിട്ടാണ് കാണുന്നത്. ഇതിനിടയിലാണ് ഹാൻജ എന്ന ചർച്ച് പ്രീസ്റ്റ് അവരുടെ ഇടയിലേക്ക് വരുന്നത്. ഗിൽഗാമെഷിന്റെ മുന്നിൽ പതറാതെ നിൽക്കുന്ന ഹാൻജ താൻ ഈ യുദ്ധത്തിന്റെ മേൽനോട്ടക്കാരനാണെന്ന് അറിയിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ സൈബർ തന്റെ മാന്ത്രിക വിദ്യയിലൂടെ അപ്രത്യക്ഷനായി പോലീസിനെ ഞെട്ടിക്കുന്നു. അവൻ അയാക്കയുടെ അടുത്തേക്ക് എത്തുന്നു. അയാക്കയ്ക്ക് ഈ യുദ്ധത്തിൽ താല്പര്യമില്ല. അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം. എന്നാൽ സൈബർ അവളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. അവളുടെ കയ്യിലുള്ള അടയാളം ലക്ഷ്യസ്ഥാനമാക്കുമെന്നും തന്നെ ഒരു സെർവന്റായി അംഗീകരിച്ചില്ലെങ്കിലും അവളെ സംരക്ഷിക്കുക എന്നത് തന്റെ കടമയാണെന്നും അവൻ പറയുന്നു. പെട്ടെന്നാണ് പോലീസ് സ്റ്റേഷനിലെ പ്രതിരോധ വലയങ്ങളിൽ ബാരിയേഴ്സ് തകരുന്നത്. അസാസിൻ എന്ന സെർവന്റ് മിന്നൽ വേഗത്തിൽ അവിടെ വന്ന് ആക്രമണം നടത്തുമ്പോൾ പോലീസുകാർക്ക് അവളെ തൊടാൻ പോലും സാധിക്കുന്നില്ല. ഈ ബഹളത്തിനിടയിലാണ് ജസ്റ്റർ എന്ന വിചിത്ര സ്വഭാവക്കാരനായ മാന്ത്രികൻ കടന്നു വരുന്നത്. താനാണ് അസാസിന്റെ പുതിയ മാസ്റ്റർ എന്ന് അവൻ പ്രഖ്യാപിക്കുന്നു. അസാസിൻ അവനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജസ്റ്ററിന്റെ മേൽ ഒരു കോറൽ പോലും മേക്കാൻ അവൾക്ക് കഴിയുന്നില്ല. താൻ അജയ്യനാണെന്നും ആർക്കും തന്നെ സ്പർശിക്കാൻ കഴിയില്ലെന്നും ജസ്റ്റർ അഹങ്കരിക്കുമ്പോൾ ഹാൻജ എന്ന പ്രീസ്റ്റ് ശാന്തനായി മുന്നോട്ട് വരുന്നു. ജസ്റ്റർ പ്രതീക്ഷിക്കാത്ത വിധം ഹാൻജ തന്റെ കോഫി കപ്പ് അവന് നേരെ എറിയുന്നു. അത് ജസ്റ്ററിന്റെ ശരീരത്തിൽ തട്ടുന്നതോടെ സംരക്ഷണ കവചം തകരുകയാണ്. ശത്രുക്കൾ ആര് മിത്രങ്ങൾ ആര് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം സങ്കീർണമായ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അടുത്തതായി നമുക്ക് ലോർഡ് മിലോയിയും മറ്റൊരു വൃദ്ധനും തമ്മിലുള്ള ഗൗരവമേറിയ ചർച്ചയോടെയാണ് തുടങ്ങുന്നത്. ഈ വിശുദ്ധ യുദ്ധം വെറൊരു മത്സരമല്ലെന്നും ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും അവർ തിരിച്ചറിയുന്നു. മിലോയിയുടെ വിദ്യാർത്ഥിയായ ഫ്ലാറ്റ് ഇതിനകം തന്നെ യുദ്ധഭൂമിയിൽ എത്തിക്കഴിഞ്ഞു. ഹാൻജയും ജസ്റ്ററും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ അതിന്റെ ഉച്ചസ്ഥാനത്തിൽ എത്തിയിരിക്കുന്നു. ജസ്റ്റർ ഒരു സാധാരണ മാന്ത്രികനല്ല, മറിച്ച് ഒരു വാമ്പയർ ആണെന്ന് വെളിപ്പെടുത്തുന്നു. തന്റെ ശക്തി ഉപയോഗിച്ച് അയാൾ ഹാൻജയെ ആക്രമിക്കുന്നുണ്ടെങ്കിലും ഹാൻജയുടെ അവിശ്വസനീയമായ വേഗതയ്ക്കും കരുത്തിനും മുന്നിൽ അയാൾക്ക് പതറേണ്ടി വരുന്നു. ഹാൻജയുടെ കൈ ഒരു റോബോട്ടിക് ഭാഗമാണെന്ന് ഈ പോരാട്ടത്തിനിടയിൽ വ്യക്തമാകുന്നു. ഗിൽഗാമെഷ് ദൂരത്ത് നിന്ന് ഈ പോരാട്ടം നിരീക്ഷിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ തകർത്ത് പുറത്തെത്തിയ ജസ്റ്റർ താൻ തോൽക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഹാൻജ അവനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ അപ്രത്യക്ഷനാകുന്നു. നേരെ പുലർന്നതോടെ അയാക്കയും സൈബറും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വരുന്നു. അവിടെ വെച്ച് അവർക്ക് മെസ്സിയ എന്ന പെൺകുട്ടിയെ പരിചയപ്പെടേണ്ടി വരുന്നു. അയാൾക്ക് ഒരു മാസ്റ്റർ ആണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ടെങ്കിലും അയാൾക്ക് അത് സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല. പരിക്കേറ്റവർ ആശുപത്രിയിലായി. എങ്കിലും തന്നെ നഗരത്തെ സംരക്ഷിക്കുമെന്ന് ഒരു പോലീസ് ഓഫീസർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിനിടയിലാണ് ഫ്ലാറ്റ് തന്റെ സെർവന്റായ ജാക്കിനൊപ്പം നഗരത്തിലൂടെ നടക്കുന്നത്. അവൻ ഗിൽഗാമെഷിന്റെ ചിത്രം രഹസ്യമായി പകർത്തി തന്നെ ഗുരുവായ മിലോയ്ക്ക് അയച്ചു കൊടുക്കുന്നു. ഗിൽഗാമെഷിന്റെ ചിത്രം കണ്ട് മിലോയ് ശരിക്കും ഭയന്നു പോകുന്നു. ഈ യുദ്ധത്തിൽ 6 സെർവന്റുകൾ ഇതിനകം വന്നു കഴിഞ്ഞു. എന്നാൽ 7ാമത്തെ സെർവന്റായ സൈബറിനെ വിളിച്ചു വരുത്താൻ ആരും തയ്യാറായിട്ടില്ല. ഇതൊരു വ്യാജ അല്ലെങ്കിൽ ഫേക്ക് യുദ്ധമാണെന്ന് മിലോയ് തിരിച്ചറിയുന്നു. ഫ്ലാഡിയസ് എന്ന മാന്ത്രികൻ തന്റെ സെർവന്റിനെ വിളിച്ചു വരുത്താൻ ശ്രമിക്കുമ്പോൾ അത് പരാജയപ്പെടുന്നു. എന്നാൽ അപ്രതീക്ഷിതമായ ഒരു കത്ത് അയാൾക്ക് ലഭിക്കുന്നു. നീയാണ് എന്റെ മാസ്റ്റർ. സ്നോഫീൽഡിൽ നടക്കുന്ന ഒരു വ്യാജ വിശുദ്ധ യുദ്ധമാണെന്നും അതിന് പിന്നിൽ ഫ്ലാഡിയസ് എന്ന മാന്ത്രികനാണെന്നും നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. ഫ്ലാഡിയസിന്റെ മുൻഗാമികൾ പണ്ട് നടന്ന യുദ്ധങ്ങളിൽ പങ്കെടുത്തവരാണ്. ഇപ്പോൾ അയാൾ സ്നോഫീൽഡിനെ ഒരു യുദ്ധഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഒരു അമ്പ് വായുവിൽ നിന്ന് പാഞ്ഞു വന്ന് ഗിൽഗാമെഷിന്റെ മാസ്റ്ററായ ടീനയെ ലക്ഷ്യമാക്കുന്നു. എന്നാൽ തന്റെ അതിവേഗത്തിലുള്ള മാന്ത്രശക്തി ഉപയോഗിച്ച് ഗിൽഗാമെഷ് ആക്രമണത്തിൽ തടയുന്നു. ആ അമ്പ് എയ്തത് ഹെർക്കുലീസ് അല്ലെങ്കിൽ ഹെറാക്കിൾസ് എന്ന അതിശക്തനായ സെർവന്റാണ്. തന്നെ ഒരു കൊച്ചു പെൺകുട്ടിക്കെതിരെ അമ്പ് ചെയ്യാൻ പ്രേരിപ്പിച്ച ഹെർക്കുലീസിനെ നേരിടാൻ ഗിൽഗാമെഷ് തന്റെ പടച്ചട്ടയണിഞ്ഞ് യുദ്ധത്തിൽ തയ്യാറാകുന്നു. ഗിൽഗാമെഷും ഹെർക്കുലീസും തമ്മിലുള്ള പോരാട്ടം കൊടുമ്പിരി കൊള്ളുമ്പോൾ അപ്രതീക്ഷിതമായി ഹിപ്പോളിറ്റ എന്ന സെർവന്റ് അവിടേക്ക് കടന്നു വരുന്നു. ഹെർക്കുലീസിനെ ഒരു ഇടിയിലൂടെ അവർ ദൂരേക്ക് തെറിപ്പിക്കുന്നു. പണ്ട് ഹെർക്കുലീസിന്റെ കയ്യാൽ കൊല്ലപ്പെട്ടവളാണ് താനെന്ന് അവൾ വെളിപ്പെടുത്തുന്നു. ഒരു കൊച്ചു പെൺകുട്ടിയെ ലക്ഷ്യം വെച്ച് ഹെർക്കുലീസിന്റെ പ്രവൃത്തിയെ അവൾ നിശ്ചിതമായി വിമർശിക്കുന്നു. യുദ്ധത്തിനിടയിൽ ഒരു മായ കാഴ്ചയിൽ ഇല്യൂഷൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും അവിടെ എൻകീഡു എന്ന ഒരാൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഗിൽഗാമെഷിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു എൻകീഡു. എന്നാൽ തന്റെ സുഹൃത്തിന്റെ രൂപവും ശബ്ദവും ആരോ ചൂഷണം ചെയ്യുകയാണെന്ന് ഗിൽഗാമെഷ് ഉടനെ തിരിച്ചറിയുന്നു. ദേഷ്യം വന്ന ഗിൽഗാമെഷ് അവനെ വെട്ടിമാറ്റുന്നു. തന്റെ സുഹൃത്തിനെ അവമാനിച്ചവരോട് അയാൾ അടങ്ങാതെ ദേഷ്യം തോന്നുന്നു. യുദ്ധഭൂമിയിൽ ബഹളങ്ങൾ നടക്കുമ്പോൾ മറ്റൊരു വശത്ത് അയാക്കയും സൈബറും തമ്മിൽ ഗൗരവമേറിയ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. താൻ ഈ യുദ്ധത്തിൽ പെട്ടുപോയതിൽ അയാക്ക ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിലും സൈബർ അവളെ ആശ്വസിപ്പിക്കുന്നു. ഒടുവിൽ താൻ ആരാണെന്ന് അയാക്കയോട് സൈബർ വെളിപ്പെടുത്തുന്നു. അവന്റെ പേര് റിച്ചാർഡ് എന്നാണ്. സ്നോഫീൽഡ് യുദ്ധം കൂടുതൽ ഭീകരമാകുകയാണ്. ഹെർക്കുലീസിനെ നിയന്ത്രിക്കുന്നത് കോർഡിലിയൻ എന്ന ക്രൂരനായ മനുഷ്യനാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. പുതിയൊരു മാസ്റ്റർ ഒരു സെർവന്റിനെ വിളിച്ചു വരുത്തുന്നു. എന്നാൽ ഇത് സാധാരണ സെർവന്റുകൾ പോലെയല്ല. വാച്ചർ എന്ന വിഭാഗത്തിൽപ്പെട്ട ഈ സെർവന്റ് സത്യത്തിൽ ഒരു കൂട്ടം നേളുകളാണ്. അവർക്ക് നേരിട്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ലെങ്കിൽ തങ്ങളുടെ മാസ്റ്ററെ പരിശീലിപ്പിക്കാനും വഴി നടത്താനും അവർക്ക് സാധിക്കും.
ആ മാസ്റ്റർക്ക് പ്രത്യേകമായ ആഗ്രഹങ്ങളൊന്നുമില്ല, വെറുതെ സമാധാനമായ ഉറക്കവും ഭക്ഷണവും മാത്രമാണ് അവന്റെ ലക്ഷ്യം. ഹെർക്കുലീസിന്റെ മാസ്റ്ററായ കോർഡിലിയൻ ഒരു മാഫിയ തലവനാണ്. തന്റെ സെർവന്റിന് മാന്ത്രിക ഊർജ്ജം അല്ലെങ്കിൽ മാജിക്കൽ എനർജി നൽകാൻ അയാൾ ഉപയോഗിക്കുന്നത് 74,976 മനുഷ്യരുടെ ജീവനാണ്. ഈ രക്തച്ചൊരിച്ചിലൂടെ കിട്ടുന്ന ശക്തി ഉപയോഗിച്ചാണ് ഹെർക്കുലീസ് അങ്കിലിക മിഷനെ നേരിട്ടത്. ഈ മനുഷ്യരുടെ ജീവൻ ബലികൊടുത്തതിൽ അയാൾക്ക് യാതൊരു സങ്കടവുമില്ല. ഫ്രാൻസിസ്ക എന്ന നിഗൂഢമായ സ്ത്രീ യുദ്ധത്തിന് പിന്നിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അവൾക്ക് ചാവുക എന്നത് പേടിയുള്ള കാര്യമല്ല, കാരണം അവൾ മരിക്കുമ്പോൾ തന്റെ ആത്മാവിനെ മറ്റൊരു ശരീരത്തിലേക്ക് മാറ്റാൻ അവൾക്ക് കഴിയും. ഇതുവരെ അവൾ 23 ശരീരങ്ങൾ മാറ്റിയിട്ടുണ്ട്. യുദ്ധഭൂമിയിലെ ഓരോ ചലനവും അവൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. എപ്പിസോഡിന്റെ അവസാനമായ റിച്ചാർഡും അസാസിന്റെ ആക്രമണത്തിന് ഇരയാകുന്നു. റിച്ചാർഡ് ഉദ്ദേശിക്കുന്നത് സാബ എന്നാണ്. ആൻഡ് അസാസൻ അയാൾക്ക് ലക്ഷ്യം വെക്കുമ്പോൾ റിച്ചാർഡ് കൃത്യസമയത്ത് അവിടെ എത്തി അവൾ രക്ഷിക്കുകയും ഇതോടെ അസാസനും റിച്ചാർഡ് തമ്മിലുള്ള വലിയൊരു പോരാട്ടത്തിൽ തുടക്കമിട്ടുകൊണ്ട് ഈ ഭാഗം അവസാനിക്കുകയും ചെയ്യുന്നു. ഓരോ മാസ്റ്റർമാരും തങ്ങളുടെ ക്രൂരമായ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ അയാക്കയുടെയും റിച്ചാർഡിന്റെയും യാത്ര കൂടുതൽ ദുഷ്കരമാവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ എപ്പിസോഡ് 2 മുതൽ എപ്പിസോഡ് 5 വരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു 4 എപ്പിസോഡ്സ് കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഈ ഒരു ആനിമെ തന്നെ കഴിയും.